വ്യാജ പീഡനം എന്ന് പരാതിക്കാരി തന്നെ വെളിപ്പെടുത്തിയതോടെ ജീവിതം തിരിച്ചു കിട്ടിയ സന്തോഷത്തിലാണ് കോട്ടയം ആയാങ്കുടി സ്വദേശിയായ ജോമോൻ. കോടതിയിൽ സത്യം പറഞ്ഞതിനു പിന്നാലെ യുവതി പള്ളിയിലെത്തി പരസ്യമായും തന്റെ തെറ്റ് ഏറ്റുപറഞ്ഞു. പാരാമെഡിക്കൽ സ്ഥാപനം ഉടമ 2017 ഒരു മാസത്തോളമാണ് ഈ പരാതിയെ തുടർന്ന് ജയിലിൽ കിടന്നത്. 7 വർഷം നീണ്ട ദുരിത ജീവിതത്തിന് അറുതി വന്നിരിക്കുകയാണ് കോട്ടയം ആയാങ്കുടി സ്വദേശി ജോമോന്. 2017 ജീവിതത്തെ മാറ്റിമറിച്ച ആ സംഭവം ഉണ്ടാകുന്നത്. സ്വന്തം ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വിദ്യാർത്ഥിനി തന്നെ പീഡന പരാതി നൽകുന്നു. വീട്ടിലെത്തി പോലീസ് അറസ്റ്റ് ചെയ്തു. പിന്നീട് 1 മാസം ജയിൽവാസം. ഞാൻ 1 മാസത്തോളം കോട്ടയം ജില്ലാ ജയിലിൽ കിടക്കേണ്ടി വന്നു. ഞാൻ ശരിക്കും അതിനകത്ത് കിടന്ന് അനുഭവിച്ചു, നന്നായിട്ട് അനുഭവിച്ചു. കാരണം ഈ കുട്ടിയെ ഞാൻ പഠിപ്പിച്ച കുട്ടിയാണ്. കുട്ടി ഇങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരുപാട് വിഷമമുണ്ടായി. പിന്നീട് ഒരു കാലത്ത് ഈ കേസിന് ശേഷം ഞാൻ ഈ കേസ് കണ്ടിന്യൂ ആയിട്ട് നടക്കുന്നു. അത് വൈക്കം കോടതിയിൽ നിന്ന് പിന്നെ കോട്ടയം ജില്ലാ കോടതിയിലേക്ക് കേസ് മാറ്റുന്നു. എനിക്ക് ജാമ്യം കിട്ടുന്നു. 1 മാസത്തിന് ശേഷം ജാമ്യം കിട്ടുന്നു. ജോമോൻ തെറ്റ് ചെയ്തിട്ടില്ലെന്ന് വർഷങ്ങൾക്ക് ശേഷം സുഹൃത്തുക്കളോടാണ് പെൺകുട്ടി പറഞ്ഞത്. സുഹൃത്തുക്കൾ നിർദ്ദേശിച്ചതോടെ കോടതിയിലും മൊഴിമാറ്റി. പിന്നീട് പള്ളിയിലും എല്ലാവരുടെയും മുന്നിൽ വെച്ച് ഉണ്ടായ കാര്യങ്ങൾ പറഞ്ഞു. ആത്മഹത്യയെക്കുറിച്ച് പലതവണ ചിന്തിച്ചു. കുറ്റവാളിയായി മരിക്കാൻ ആഗ്രഹമില്ലാത്തതുകൊണ്ടാണ് വീണ്ടും ജീവിച്ചത്. പക്ഷെ ഒരിക്കൽ പോലീസ് അറസ്റ്റ് ചെയ്താൽ പിന്നെ എന്നും കുറ്റവാളിയായി കാണുന്ന മനുഷ്യർ ഇപ്പോഴും സമൂഹത്തിലുണ്ടെന്ന് ജോമോൻ തന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നു. നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ഞങ്ങളെ വെറുത്തു. അതിലുപരി അവിടുന്ന് പോലീസുകാർ ഓരോ ദിവസവും ഇത് പലരുടെയും പ്രേരണയായിരുന്നു. ഇതിന്റെ പിന്നിൽ വീട് വന്ന് റെയ്ഡ് ചെയ്യുന്നു, സ്ഥാപനം റെയ്ഡ് ചെയ്യുന്നു. പിങ്ക് പോലീസ് വന്ന് ഓരോ കുട്ടികളെയും ഓരോരുത്തർ വിളിച്ചു ചോദിക്കുന്നു. കുട്ടികളെല്ലാം പറയും സാർ അങ്ങനെ ചെയ്യാലെന്ന് പറയുന്നു. എന്നിട്ടും അവർ പല കുട്ടികളുടെ വീടുകളിൽ പോകുന്നു. അങ്ങനെ ഇത് വലിയൊരു വിവാദമായിട്ട് ആക്കിയേക്കുമായിരുന്നു. അതോടുകൂടി ജനങ്ങളുടെ ഇടയിലെല്ലാം നമ്മളെക്കുറിച്ചുള്ള മതിപ്പുകളും കാര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. പ്രതിസന്ധി കാലത്ത് ഭാര്യയും കുടുംബവും ഒപ്പം നിന്നതാണ് ജീവിതത്തിൽ ജോമോന് ആശ്വാസമായത്. സ്ഥാപനത്തിലെ തർക്കങ്ങളാണ് പിന്നീട് പ്രതികാരത്തിലേക്ക് എത്തിച്ചതെന്ന് ജോമോൻ വിശ്വസിക്കുന്നു. ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം.